ഹലോ. അപ്പം ഇന്ന് ഞാൻ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് കറിയൊന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ കറി ഉണ്ടാക്കണം. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് നല്ലപോലെ കുഴച്ച് ഒരു സിമ്പിൾ മസാലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആലു പൊറോട്ട റെഡിയായി. ഇനി ഞാൻ ചപ്പാത്തി മാവ് നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അടച്ച് മാറ്റി വെച്ച് കഴിഞ്ഞ് 4 ഉരുളൻകിഴങ്ങ് എടുത്ത് അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ കണ്ടിച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. 3 വിസിൽ കേട്ടാൽ മതി. ഇത് വെന്ത് കിട്ടും. എന്നിട്ട് ഊറ്റി വെക്കണം. എന്നിട്ട് 4 ഉരുളൻകിഴങ്ങല്ലേ എടുത്തേക്കുന്നത്, അതിന് 2 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചെറുതായിട്ട് അരിയണം, കുനുകുനാന്നരിയണം. നല്ല ചോപ്പ് ചെയ്തെടുക്കത്തില്ല, അതുപോലെ എടുത്ത് 2 വിസിൽ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ 3 വിസിൽ കേൾക്കണം. 2 സവാള ഞാൻ നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് 1 പച്ചമുളക് അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ 1 കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം മതി. അത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പിടി മല്ലിയില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും കൂടെ എടുത്ത് അതുപോലെ ചെറുതായിട്ട് അതിനകത്ത് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് ആ ഉരുളൻകിഴങ്ങെല്ലാം നല്ല ഉടച്ച് മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ഇടാം, ജീരകപ്പൊടി ഇടാമേ. ഞാൻ ചാട്ട് മസാലയും ജീരകപ്പൊടിയും ഇട്ടില്ല, അത് ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കത്തില്ല, അതിൽ ഇച്ചിരി കൂടെ കൂടുതൽ വലിയ ഉരുളയായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മുടെ മസാല ഇതുപോലെ തന്നെ ചപ്പാത്തി മാവ് പോലെ തന്നെ ഉരുട്ടി അതിനകത്ത് വെക്കണം. അകത്ത് വെച്ചിട്ട് ഇതുപോലെ അകത്തോട്ടാക്കിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ആ ചുരുട്ടിയ ഭാഗം ഇങ്ങനെ നടുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ മാവെല്ലായിടവും മസാല എല്ലായിടവും വരത്തക്ക രീതി കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് മാവിൽ മുക്കി ചപ്പാത്തി പരത്തുന്ന കൂട്ട് ഇതുപോലെ പരത്തിയെടുക്കാമേ. ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുത്ത് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ വെളിയിലൊക്കെ വരുവാണെങ്കിൽ ശകലം പൊടി ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ പരത്തി എടുത്തു കഴിഞ്ഞ് കല്ല് നമ്മൾ സിമ്മിലാക്കി ചൂടാക്കാൻ വെച്ചായിരുന്നേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു വശം ആയി കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പള പോലെ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് ആയ ഭാഗത്തോട്ട് നമ്മൾ ശകലം എണ്ണ തൂക്കി കൊടുക്കുന്നതുകൊണ്ട് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. ഞാൻ എണ്ണയാണ് തൂക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് ആ ഭാഗമായി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് അപ്പുറവും ഇപ്പുറവും നല്ലപോലെ എണ്ണയൊക്കെ പുരട്ടി ഇതുപോലെ അതായി വരും. അപ്പം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ആലു പൊറോട്ട തൈരിൻ്റെ കൂടെയൊക്കെ നല്ല കട്ട തൈരിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്, അല്ലെ സോസിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും ആലു പൊറോട്ട നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ബായ്.